എന്തോ ചെയ്യും? ഈ മോനെ ഈ വേറൊന്നും കൂടെ നമുക്ക് കാണാൻ പോലുമില്ല. ഞങ്ങൾക്ക് ഇനി 12 വർഷം, ഞാനൊരു രോഗിയാണ്, ഞാൻ ഒരുപാട് അസുഖക്കാരിയായിട്ടിരിക്കുന്നവളാണ്. ഞാൻ ഇനി 12 വർഷം ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും നാളെ ഉണ്ടോയെന്ന് റബ്ബിന് മാത്രമേ അറിയാവൂ. ആ തരത്തിൽ കിടക്കുന്ന ഞങ്ങളെ ഈ ചതിക്കുഴി കൊണ്ടുവന്ന് ഓരോ മക്കളുള്ളതിനെ കൊണ്ടുവന്ന് ചതിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവർക്ക് എന്ത് കിട്ടി ഈ 8.5 വർഷം കൊണ്ട്? ഞങ്ങളെ കൊച്ചുങ്ങളെ അവിടെ പിടിച്ച് പൂട്ടിയിട്ടിരുന്നിട്ട് അവർ പറയുന്നത് അവിടെ പൂട്ടിയിട്ടേക്കുകയാണെന്ന്. അവർ പറയുന്നത് എങ്ങനെങ്കിലും എംബസി മുഖേന ആരെങ്കിലും അവിടെ ചെന്ന് ഇവരെ കാണുമ്പം ഇവരെ കാര്യങ്ങൾ മൊത്തത്തിൽ പറയുമ്പോഴേ ഈ ലോകം മൊത്തം അറിയത്തുള്ളൂ. 2018 പിന്നെ മലേഷ്യയെ പണിക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. കെമിക്കലിൻ്റെ പണിക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയി നാട്ടിൽ നിന്ന്. അവരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുചെന്ന് കെമിക്കലിൻ്റെ പണിയല്ല, 2 മാസം അവർ ജോലി ചെയ്ത് പിന്നെ മൂന്നാം മാസം ആയപ്പോഴത്തേക്ക് കെമിക്കലിൻ്റെ പണിയല്ല വേറെ എന്തോ പണിയാണെന്നും പറഞ്ഞ് ഇവർക്ക് എന്തോ സംശയം തോന്നി. അവർ കിടന്ന് അവിടെ ബഹളമായി, അവർക്ക് നാട്ടിൽ വരണമെന്നും പറഞ്ഞ്. അപ്പോഴേ അവർ നാട്ടിൽ വിടാമെന്നും പറഞ്ഞ് ഇവിടെ ഏജൻറ്റിനെ വിളിച്ച്, ഇതിൻ്റെ ഏജൻറ്റ് ഇവിടെ വർക്കലയുള്ളതായിരുന്നു, വർക്കലക്കാരനെ വിളിച്ച് അവിടെ വരുത്തിച്ച് ഇവരെയും ഈ പിള്ളേരെയും പിന്നെ അവനെയും കൂടെ പോലീസ് പിടിച്ച്. എങ്ങനെ എന്തുവാന്നൊന്നും അറിയാൻ വയ്യ ഞങ്ങൾക്ക്. ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരും നാളെ വരും, ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് 8.5 വർഷമായിപ്പം. ഈ 8.5 വർഷം കൊണ്ടും വരുന്നില്ല. ഇപ്പോഴായപ്പം ഈ മാസം കഴിഞ്ഞ മാസം 9-ാം തീയതി കേസ് വിധിയാവും, വിടുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അവർ പറയുന്നത് അതിനും വിടത്തില്ല, 20 വർഷം മൊത്തം 20 വർഷം കിടക്കണം. അപ്പോൾ 8.5 വർഷമായി, ഇനി 12 വർഷവും കൂടെ കിടന്നെങ്കിലേ അവരെ നാട്ടിൽ അയക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഞങ്ങൾ എന്തോ ചെയ്യാനാ? ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല. പണിക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയി ഈ ചതിക്കുഴി കൊണ്ടിട്ടിട്ട് അവരവിടെ കുടുങ്ങിക്കിടക്കുക. എൻ്റെ മോൻ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞ്, ഉമ്മ എങ്ങനെങ്കിലും ആരെ കണ്ടാലും എവിടെ പോയാലും എന്ത് ചെയ്താലും ഞങ്ങളിവിടുന്ന് രക്ഷപ്പെടുത്താൻ നോക്കണേന്ന്. ഞങ്ങൾ മന്ത്രിമാരെയൊക്കെ പോയി കണ്ടു, അത് അവരോടൊക്കെ പറഞ്ഞ് എല്ലാവരുടെ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെങ്കിലും ഞങ്ങളെ മക്കളെ നാട്ടിലെത്തിച്ച് തരണം. ഞാനാണെങ്കിൽ എനിക്ക് ഈ ഒരു മോനേ ഉള്ളൂ. ആ മോനായിരുന്നു ഞങ്ങൾക്ക് വേല ചെയ്ത് കൊണ്ടു തരുന്നത്. ഇപ്പം ഞങ്ങൾ 2 ആളും വയസ്സായവരാണ്. ഞങ്ങൾ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ 2 പേരും ജീവിക്കുന്നത്. ഞങ്ങൾക്കല്ലാതെ ജോലി ചെയ്യാൻ വയ്യാത്തവരാണ്. പിന്നെ ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളിപ്പോൾ ഇത് കേട്ടതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് വേണമെന്നറിയാൻ വയ്യാതെ തന്തയാണെങ്കിൽ പ്രാന്തന്മാരണക്ക് നടക്കുക. എന്തോ ചെയ്യും? ഈ മോനെ ഈ വേറൊന്നും കൂടെ നമുക്ക് കാണാൻ പോലുമില്ല. ഞങ്ങൾക്ക് ഇനി 12 വർഷം, ഞാനൊരു രോഗിയാണ്, ഞാൻ ഒരുപാട് അസുഖക്കാരിയായിട്ടിരിക്കുന്നവളാണ്. ഞാൻ ഇനി 12 വർഷം ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും നാളെ ഉണ്ടോയെന്ന് റബ്ബിന് മാത്രമേ അറിയാവൂ. ആ തരത്തിൽ കിടക്കുന്ന ഞങ്ങളെ ഈ ചതിക്കുഴി കൊണ്ടുവന്ന് ഓരോ മക്കളുള്ളതിനെ കൊണ്ടുവന്ന് ചതിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇവർക്ക് എന്ത് കിട്ടി ഈ 8.5 വർഷം കൊണ്ട്? ഞങ്ങളെ കൊച്ചുങ്ങളെ അവിടെ പിടിച്ച് പൂട്ടിയിട്ടിരുന്നിട്ട് അവർ പറയുന്നത് അവിടെ പൂട്ടിയിട്ടേക്കുകയാണെന്ന്. അവർ പറയുന്നത് എങ്ങനെങ്കിലും എംബസി മുഖേന ആരെങ്കിലും അവിടെ ചെന്ന് ഇവരെ കാണുമ്പം ഇവരെ കാര്യങ്ങൾ മൊത്തത്തിൽ പറയുമ്പോഴേ ഈ ലോകം മൊത്തം അറിയത്തുള്ളെന്ന്. ഇവരെ അങ്ങനെ ചതിയിലിട്ടേക്കുകയാണെന്നുള്ള. ഇവരെ അടച്ചിട്ടിരുന്നതെന്ന് പറയുന്നത്. ഇവരെ കൊണ്ടുപോയ സമയത്ത് ഇവരെ കാട്ടിലെങ്ങാണ്ട് കൊണ്ടുചെന്നൊരു വീട്ടിൽ വെള്ളവും കൊടുക്കുക, ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല, ഒന്നും കൊടുക്കാതെ ഇട്ടിരുന്നിട്ട് പിന്നെ ഇവരെ പോലീസ് പിടിച്ചത്. അവരങ്ങനെ കിടന്നപ്പോഴാണ് ഇവരോടൊക്കെ പരാതി കൊടുത്ത് ഇത് എന്തോ ചെയ്യണോ ഏത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ വയ്യാതെ അവിടെ കിടന്ന് ഭ്രാന്തെടുത്ത് കിടന്ന് നിലവിളിക്കുന്നത്. ഇന്നാണേ തലേ കയ്യും വെച്ച് നിലവിളിക്കുക കൊച്ചുങ്ങൾ. എങ്ങനെങ്കിലും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ആ ജയിലിൽ നിന്ന് എങ്ങനെങ്കിലും ഇറങ്ങാൻ നോക്കണേന്ന്. ഇപ്പോഴാണെങ്കിൽ ഇനിയിപ്പം ഈ അടുത്ത മാസം എങ്ങാണ്ട് പിന്നെ ഇവിടുന്ന് അവരെ വേറെ എങ്ങോട്ടോ മാറ്റുമ്പോഴത്തേക്ക് ഓരോ ജയിലിൽ ഇപ്പോൾ 5-ാമത്തെ ജയിലിലാണ് കിടക്കുന്നത്. ഓരോ ജയിൽ മാറ്റുമ്പോഴും അവർക്ക് അടിയുണ്ടായിരുന്നു, 10 അടി വീതം കൊടുക്കുമായിരുന്നു. ഇപ്പം ഇനി ഈ വർഷം അവർ പിന്നെ പറഞ്ഞേക്കുന്നത് 24 അടിയുണ്ടെന്ന്. ആ 24 അടി കൊള്ളാൻ ഞങ്ങൾക്ക് വയ്യമ്മ, എങ്ങനെങ്കിലും ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തെന്നും പറഞ്ഞ് ആ കൊച്ചുങ്ങൾ കിടന്ന് നിലവിളിക്കുന്നത്. ഞങ്ങൾക്ക് കേൾക്കാനല്ലേ ഒക്കൂ. തള്ളമാരും തന്തമാരും വയസ്സായവരും ഞങ്ങളിവിടെ കിടന്ന് എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് മലേഷ്യയിൽ പോകാൻ പറ്റുമോ? വിസ വേണം, പിന്നെ പാസ്പോർട്ട് വേണം, വിസ വേണം. ഇതൊന്നും നമുക്കില്ലാത്തവരെങ്ങനെ പോകും ഈ വയസ്സിൽ നിന്ന്? ഞങ്ങൾ കാണേണ്ടിയുള്ളവരെ എല്ലാവരെയും പോയി കണ്ട് എല്ലാ നാട്ടുകാരും കൂടെ വിചാരിച്ച് ഞങ്ങളെ കൊച്ചുങ്ങളെ എങ്ങനെങ്കിലും പുറലോകം കാണിക്കണം. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇത്രയും 8.5 വർഷം കൊണ്ട് തീ തിന്ന് ഞങ്ങൾ ജീവിക്കുക. ഈ മക്കളെ കാണാൻ കണ്ടോളാൻ വയ്യാന്നും പറഞ്ഞിരിക്കുക. ഇന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ കാണണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളെ മക്കളെ കൊണ്ടുവന്ന് ഇന്ന് എല്ലാ നാട്ടുകാരും, ചാനലുകാരും, നാട്ടുകാരും, മന്ത്രിമാരും എല്ലാവരും കൂടി വിചാരിച്ച് ഞങ്ങളെ കൊച്ചുങ്ങളെ നാട്ടിലെത്തിച്ച് തരണം. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ പറയാൻ.